ഹലോ നമസ്കാരം. PSC ഓൺലൈൻ ക്രാക്കറിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് പഠനശാഖകളാണ്. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കരൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. എന്താണ്? കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അടുത്തത് മൂക്ക്. മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. എന്താണ്? മൂക്കിനെ കുറിച്ചുള്ള പഠനമാണ് റൈനോളജി. അടുത്തത് ചെവി. ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. എന്താണ്? ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി. അടുത്തത് ത്വക്ക്. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. ത്വക്കിനെ കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി. അടുത്തത് എല്ലുകൾ. എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. അടുത്തത് പേശികൾ. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. അടുത്തത് വൃക്ക. വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. എന്താണ്? വൃക്കയെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി. അടുത്തത് ഹൃദയം. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനമാണ് കാർഡിയോളജി. അടുത്തത് ക്യാൻസർ. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ് ഓങ്കോളജി. അടുത്തത് ഭ്രൂണം. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. എന്താണ്? ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. അടുത്തത് പല്ല്. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഡൻറ്റോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഡൻറ്റോളജി. അടുത്തത് രക്തം. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. എന്താണ്? രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അടുത്തത് രക്തക്കുഴൽ. രക്തക്കുഴലിനെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. എന്താണ്? രക്തക്കുഴലിനെക്കുറിച്ചുള്ള പഠനമാണ് ആൻജിയോളജി. അടുത്തത് തലച്ചോർ. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. എന്താണ്? തലച്ചോറിനെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. അടുത്തത് കണ്ണ്. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് ഒഫ്താൽമോളജി. അടുത്തത് തലമുടി. തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനമാണ് ട്രൈക്കോളജി. അപ്പോൾ ഇതുവരെ പറഞ്ഞ പഠനശാഖകൾ നമുക്കൊന്നുകൂടെ നോക്കാം. കരളിനെ കുറിച്ചുള്ള പഠനം ഹെപ്പറ്റോളജി. മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി. ചെവിയെക്കുറിച്ചുള്ള പഠനം ഓട്ടോളജി. ത്വക്കിനെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. എല്ലുകളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ക്യാൻസറിനെക്കുറിച്ചുള്ള പഠനം ഓങ്കോളജി. ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനം എംബ്രിയോളജി. പല്ലിനെക്കുറിച്ചുള്ള പഠനം ഒഡൻറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി. രക്തക്കുഴലുകളെക്കുറിച്ചുള്ള പഠനം ആൻജിയോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി. കണ്ണിനെക്കുറിച്ചുള്ള പഠനം ഒഫ്താൽമോളജി. തലമുടിയെക്കുറിച്ചുള്ള പഠനം ട്രൈക്കോളജി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.